ഞാൻ ചോദിക്കുന്നത് എന്തിനാന്നേ? ഒരു സാരി മോഷണം പോയി കഴിഞ്ഞാൽ പകരം ഒരു സാരി തന്നു കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണോ നമ്മുടെ തെളിവ് നിയമം പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണ്. ആന്റണി രാജുവിൻ്റെ കേസിൽ ഒരു ചട്ടിയുടെ പേരിൽ വേറൊരു ചട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ ശരി അത് മതി എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഫ്ലാഷ് ബാക്ക്. PS പ്രശാന്തിൻ്റെ കാലത്ത് ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ പ്രശാന്തിന് വിരുദ്ധമായിട്ടുണ്ട്. ഒന്ന്, ദേവസ്വം മാനുവൽ. പണി നടക്കുന്ന സമയത്ത് ഈ പണി നടക്കുന്ന എല്ലാ ഉരുപ്പടിയും അവിടെ വെച്ച് പണിയണം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രശാന്ത് അത് വയലേറ്റ് ചെയ്തോ? വയലേറ്റ് ചെയ്തു. 2023 കോടതിയുടെ ഉത്തരവ് ബൈൻഡിംഗ് ആയിട്ട് അവിടെ ഉണ്ട്. അതായത് നിങ്ങൾ ഇനി അഥവാ ദേവസ്വം മാനുവൽ വായിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കോടതി ഉത്തരവ് അറിയാം. അപ്പോൾ കോടതി ഉത്തരവിനെയും ദേവസ്വം മാനുവലിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പറയുന്ന കാര്യത്തിനെ വയലേറ്റ് ചെയ്തിട്ട് ഈ സാധനത്തിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ആൾ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ലയബിലിറ്റി ഉള്ള കുറ്റമല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്നു. നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൂട്ടുത്തരവാദിത്തത്തിന്റെ പേരിൽ 3 പേരുള്ള ഒരു സമിതിയിലെ 2 പേരകത്ത് ഉണ്ടെന്ന് കിടക്കുകയും 3-അവൻ പുറത്തിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തിൽ SITയോട് ചോദ്യങ്ങൾ ബാക്കിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് 42.5 കിലോ ഉള്ള ഒരു സാധനം നിങ്ങൾ ഇളക്കിയെടുത്തുകൊണ്ട് ചെന്നൈയിൽ കൊണ്ടുവന്നു. 39 ദിവസം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ചെന്നിട്ട് പണി ചെയ്യുന്നതിന് മുമ്പ് വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ 4.5 കിലോ കുറവ്. അങ്ങനെ കുറവുള്ള ഒരു സാധനത്തിൽ ഇത് നിങ്ങൾ എവിടെയെങ്കിലും ബാംഗ്ലൂരോ ഹൈദരാബാദിലോ കൊണ്ടുപോയി നിങ്ങൾ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേറെയാണോ ഇവിടെ കൊണ്ടുവന്നത്, ഒറിജിനൽ നിങ്ങൾ തൂക്കി വിറ്റോ, ഈ കാര്യത്തിനെ പറ്റി അന്വേഷിക്കണ്ടേ? പകരം ഇവർ ചെയ്തിരിക്കുന്നത് എന്താണ്? അന്ന് ഇവർ കുറേ സ്വർണ്ണം ഉരുക്കിയെടുത്തു. ആ ഉരുക്കിയെടുത്തിരിക്കുന്ന സ്വർണ്ണം എവിടെയോ പോയി. അതിന് പകരമുള്ള ഇക്വലന്റ് സ്വർണ്ണം പങ്കജ് ഭണ്ഡാരി ഇങ്ങോട്ട് ഓഫർ ചെയ്തു. ഞങ്ങൾ ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് SIT കോടതിയോട് പറയുന്നത് ഞങ്ങൾ ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ടില്ല, പകരം പങ്കജ് ഭണ്ഡാരി ദാ പൊന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് 150 ഗ്രാം സ്വർണ്ണം തരുന്നു. ഈ മറ്റേ പുള്ളി ഗോവർദ്ധൻ വന്നിട്ട് 475 ഗ്രാം പിന്നെ സ്വർണ്ണം ഇങ്ങോട്ട് തരുന്നു. ഞങ്ങൾ ഇതെല്ലാം കൂടെ സീസ് ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നത് എന്തിനാന്നേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആന്റണി രാജുവിന്റെ കേസിൽ ഒരു ചട്ടിയുടെ പേരിൽ വേറൊരു ചട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ ശരി അത് മതി എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഒരു PC കുട്ടമ്പിള്ളയുടെ പോലെ ഒരു തിയറി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ തുണ്ടി മുതലില്ലാതെ ഒരു മോഷണ കേസ് തെളിയിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. തുണ്ടി മുതലില്ലാതെ മോഷണ കേസ് തെളിയിക്കാൻ പറ്റില്ല. തട്ടിപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് തൊണ്ടി ഉണ്ടാക്കാനായി ശ്രമിക്കുന്നത് യെസ് കത്തിയാണ് നമ്മുടെ PC കുട്ടമ്പിള്ള തിയറി ഞാൻ അതുകൊണ്ട് പറഞ്ഞു. സമാധാനമായി